നിങ്ങളൊരു മുഅ്മിനായ സ്ത്രീയല്ലേ? എങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒന്ന് നോക്കൂ നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനായ വിശ്വാസിയായ ഒരാൾ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളൊക്കെ പാലിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇത് പാലിക്കാറുണ്ടോ, നിങ്ങൾക്ക് അറിയുമോ എന്നൊന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഒന്നാമതായി ഹിജാബ് ധരിക്കുക എന്നുള്ളതാണ്. ഹിജാബ് ധരിക്കുക. 2, സുഗന്ധം ഉപയോഗിക്കാതിരിക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷന്മാർക്കൊക്കെ ആകർഷണീയമാകും വിധം സുഗന്ധമൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് അവരെ ആകർഷിക്കുകയും പിന്നീട് നമുക്ക് വലിയ പ്രയാസങ്ങൾ, തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തെ ഒന്ന്, കാലൊരു ശബ്ദം കേൾക്കാത്ത രീതിയിൽ മയത്തിൽ നടക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പറയുന്നത് വിശ്വാസികളോടാണ്. നാലാമതായി, ഒരാണിൻ്റെ അടുത്തുകൂടി, ഒരു പുരുഷൻ്റെ സമീപത്തു കൂടി നടക്കുമ്പോൾ കൂടെയുള്ള സഹോദരിയോട് സംസാരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഉച്ചത്തിൽ. അത് നിങ്ങളുടെ ശബ്ദം അവരെ ആകർഷിച്ച്, ആണിൻ്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ്, ഒരു പെണ്ണിലേക്ക് ആകർഷണം ഉണ്ടാക്കുന്ന ഒരു പ്രകൃതമാണ്. അത് ആകർഷണം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണല്ലോ ചെയ്യേണ്ടത്. നാലാമത്തെ ഒന്ന് കഴിഞ്ഞു. അഞ്ചാമത്തെ ഒന്ന്, വിവാഹിതയാണെങ്കിൽ ഭർത്താവിനോടും അല്ലെങ്കിൽ ആരാണോ വലിയ നിങ്ങളുടെ രക്ഷിതാവ് ആരാണോ അവരിൽ നിന്നും അനുവാദം വാങ്ങിയതിനു ശേഷം യാത്ര പോവുക. അതേപോലെ തന്നെ ആറാമത്, കസറാക്കി നിസ്കരിക്കാവുന്ന ദൂരം യാത്ര ചെയ്യുകയാണെങ്കിൽ, അതായത് 132 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുകയാണെങ്കിൽ മഹ്റമിൻ്റെ കൂടെയല്ലാതെ പോകാതിരിക്കുക. വിവാഹബന്ധം ഹറാമായ ഒരാളുടെ കൂടെയല്ലാതെ പോകാതിരിക്കുക. ഏഴാമത്തെ ഒന്ന്, ആണുങ്ങളോട് തവാഫിലോ സഅയിലോ പോലും നിങ്ങൾ തിരക്ക് കൂടി അവരെ ഒട്ടിയും ചാരിയും നിൽക്കുന്ന ഒരവസരം, അതവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. എട്ടാമത്തെ ഒന്ന്, ലജ്ജ നീ നിൻ്റെ ആഭരണമാക്കുക. ലജ്ജയുള്ളവരായി നീ മാറുക. ഇത്രയും 8 കാര്യങ്ങൾ. അതിനോടുകൂടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് പെണ്ണ് ശ്രദ്ധിക്കേണ്ടത്, 9ാമത്തെ ഒന്ന്, നീ നിൻ്റെ കണ്ണുകൾ താഴ്ത്തുക. 10, നീ നിൻ്റെ വീട്ടിലല്ലാതെ, നിൻ്റെ വീട്ടിൽ വെച്ചല്ലാതെ ഒരിക്കലും വസ്ത്രമഴിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നാം നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്ന്, തെറ്റിലേക്ക് പോകുന്ന അവസ്ഥകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും. അല്ലാഹു സ്വാലിഹായി മുഅ്മിനായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.